എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലബാർ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു കറിയാണ്. അത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. 600 ഗ്രാമാണ് ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഫുൾ ചിക്കനാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചൊരു ഗരം മസാല ആണത്. അപ്പോൾ 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് കറിയിൽ ചേർക്കാം. പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞിതിലേക്ക് ഒഴിക്കുക. അരിയൊന്നും ഇല്ലാതെ വേണം ഒഴിക്കാനായിട്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ്. അപ്പം രാവിലെ തന്നെ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞതും പിന്നെ ഒരു കുടം വെളുത്തുള്ളി വലിയതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടിടുക. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 5 എരിവുള്ള പച്ചമുളക്, ഒരു വലിയൊരു എരിവില്ലാത്ത പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതൊരു 10 കാഷ്യൂനട്ട്സ് വെള്ളത്തിൽ കുതിർത്തതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പം എണ്ണ ചൂടായി വന്നപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ എന്ന് പറയുമ്പം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കറിക്ക് ഒരു ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക സവാള വഴറ്റുമ്പോൾ. സവാള ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഇതിൽ കുറച്ചാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതായത് ഫെണൽ സീഡ്സ് പൊടിയാണ്, പച്ചയ്ക്ക് പൊടിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കുക. പച്ചമണമൊക്കെ നന്നായിട്ട് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി നന്നായിട്ട് പഴുത്താണ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ കറിയിൽ എരിവ് കൊടുക്കുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. ഞാനിവിടെ ഗസ്റ്റിന് ഒരുപാട് എരിവ് പറ്റത്തുകൊണ്ട് ഒരു മീഡിയം എരിവിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ടാക്കി എടുക്കുക. ഫുൾ ചിക്കൻ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരുപാട് കൂടരുത്, ചിക്കൻ കറിയിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നു കൊടുത്താൽ മതി. തുറന്ന് കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ വേവ് എന്ന് പറയുന്നത് ബ്രോയിലർ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും, നാടൻ ചിക്കൻ ആണെങ്കിൽ നല്ല വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചിക്കൻ വേവിക്കാനായിട്ട്. നമ്മൾ ആ പെരിഞ്ജീരകം പൊടിച്ച ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഒന്ന് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി ഫ്രഷ് ആയിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. പിന്നെ ഒരു കാഷ്യൂനട്ട് കുതിർത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇതുവരെ വേവാൻ തുടങ്ങിയിട്ട് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട്സിൻ്റെയും ആ ഒരു തേങ്ങയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം ഒന്ന് അരച്ചിട്ട് ചേർക്കാം. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഏറ്റവും അവസാനം ചേർത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് ചെറുതീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിതുവരെ ഗരം മസാലയുടെ പൊടി ഫ്രഷായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അത് ഏറ്റവും അവസാനം ചേർക്കാം. എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവസാനം ഇതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. മല്ലിയില നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു കുറച്ചൊരു ഉലുവ, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അതിനെക്കാട്ടിലും കുറവ് മതി. ഉലുവ ഒന്ന് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതോ സവാള പൊടിയായിട്ട് അരിഞ്ഞതോ ചേർക്കാം.
പിന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അവസാനം താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല നാടൻ രുചി വരുന്നൊരു കറിയാണ്. മുളക് പൊടി അധികം ചേർത്തിട്ടില്ലെങ്കിൽ കൂടി ആവശ്യത്തിന് എരിവും ബാക്കിയുള്ള മസാലയും എല്ലാം നന്നായിട്ട് വന്നിട്ടുള്ളൊരു കറിയാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ചോറിൻ്റെ കൂടെയൊക്കെ പോകുന്നൊരു കറിയാണ്. അപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്